ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഇർഫാൻ. ഇതിനു മുന്നേ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് മിനിയേച്ചർ രംഗത്ത് പുതുതായി വരുന്ന എല്ലാ കലാകാരന്മാർക്കും ഹെൽപ്പിങ്ങിന് വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതിന് വേണ്ടുന്ന ടൂൾസും മിനിയേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ടിപ്സ് കിട്ടുന്നൊരു വീഡിയോ ആണ്. മിനിയേച്ചർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് ഞാൻ ഉണ്ടാക്കിയ കാറാണ്. അപ്പോൾ ഈ കാർ ഉണ്ടാക്കിയ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ കാറാണ്. അപ്പോൾ ഈ കാർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അത് സംശയം തീർക്കാൻ വേണ്ടി ഞാനൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ബ്രോ ഇതെങ്ങനെയാണ്, ഗ്ലാസ് എന്താണ് യൂസ് ചെയ്തത്, ഇത് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സാൻഡിങ് പേപ്പറാണ് യൂസ് ചെയ്തത്, ടയർ എങ്ങനെയാണ് ചെയ്തത്, ഹെഡ്ലൈറ്റ് എങ്ങനെയാണ്, RC എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. ഇതിനൊക്കെ കൂടി ഞാൻ ലൈവിൽ വന്ന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. നെറ്റ്വർക്കിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ആ മെസ്സേജിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കുട്ടികളുടെ മിനിയേച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. ടൂൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടൂൾസൊന്നുമില്ല. ജസ്റ്റ് ഒരു പെന്ന്, പിന്നെ ഒരു പേപ്പർ കട്ടർ തടിച്ച ടൈപ്പ്, പിന്നെ 2 സ്കെയില്, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു സ്കെയിൽ, ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പിന്നെ ഒരു ചെറിയൊരു നൈഫ്, പേപ്പർ കട്ടർ, പിന്നെ ഒരു കോമ്പസ്. ടയർ വരക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ടയറിൻ്റെ ഔട്ടർ ഡൈ ഇന്നർ ഡൈ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കത്തിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു പേപ്പർ കട്ടറാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഈ ഒരു മാർക്ക് കാണാം. എല്ലാ ബ്ലേഡിനും ഇങ്ങനെ ഒരു മാർക്ക് കാണാം. ഈ മാർക്ക് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇത് യൂസ് ചെയ്ത് ഇപ്പോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്താൽ ഇതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മൂർച്ച പോയി പോകും. അപ്പോൾ ഇത് മൂർച്ച കൂട്ടാൻ വേണ്ടി ഇത് കട്ട് ചെയ്താൽ മതി. ഒരു പ്ലെയറോ വല്ലതും ഉപയോഗിച്ച് നമ്മളത് മൂർച്ച കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്, ഒരു പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇതുണ്ടല്ലോ, ഈ മാർക്ക് ചെയ്തത് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലെയർ കൊണ്ട് പിടിക്കുക, കട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് ഇതിൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇതാണ് എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഫോം ഷീറ്റ്. ഇത് ഞാൻ കാർ ഉണ്ടാക്കിയത് ഫോം ഷീറ്റ് വെച്ചാണ്. ഫോം ഷീറ്റ്, പിന്നെ PVC പൈപ്പിൻ്റെ റെഡ്യൂസർ, ബ്ലാക്ക് സ്റ്റിക്കർ, സ്പ്രേ പെയിൻറ്റ്, പിന്നെന്താ പറയുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് യൂസ് ചെയ്തത്. ഇനി ഫോം ഷീറ്റാണ് പറയുന്നത്. ഇതാണ് ഫോം ഷീറ്റ്. ഇത് 2 mm തിക്നെസ് ഉണ്ട്. ഇത് 2 mm, 3 mm, 4 mm, 5 mm അതൊക്കെയാണ് ഫോം ഷീറ്റിൽ പെടും. അപ്പോൾ ഈ 4Xൻ്റെ പ്രത്യേകത, 4X ഫോം ഷീറ്റ് രണ്ടും പറയാം. ഈ ഫോം ഷീറ്റിൻ്റെ പ്രത്യേകത, ഇത് 2 mm ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിളാണ്, എങ്ങനെ വേണമെങ്കിൽ വളക്കാം. പക്ഷേ ഇതൊരു സൈഡ് മാത്രമേ വളക്കാൻ പറ്റൂ. നേരെ ഓപ്പോസിറ്റ് വളച്ചാൽ വളയില്ല, പൊട്ടിപ്പോകും. കൂടുതൽ വളച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഷേപ്പ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സൈഡ് ബോഡിയും ഫ്രണ്ട് ബോഡിയും തമ്മിൽ യോജിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, അവിടെ യൂസ് ചെയ്യാം. പിന്നെ അത് നമ്മുടെ ഓരോ ഐഡിയ പോലെ. പ്ലൈവുഡ് കടയിലൊക്കെ ഈ ഫോം ഷീറ്റ് കിട്ടും. ഹോൾസെയിൽ സ്റ്റിക്കർ കടയിൽ കിട്ടും. കൂടുതലും അങ്ങനത്തെ കടകളിലാണ് കിട്ടും. ഞാനിപ്പോൾ കണ്ണൂരാണ് സ്ഥലം. കണ്ണൂർ ക്യാപിറ്റൽ മാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ നിന്ന് കിട്ടും ഫോം ഷീറ്റ്. ഈ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഗ്ലാസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇത് ഒരു OHP ഷീറ്റിൻ്റെ കുറച്ച് തടിച്ച ടൈപ്പാണ്. OHP ഷീറ്റിൻ്റെ തടിച്ച ടൈപ്പ്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം. ആകെ ഒരു 10 രൂപേൻ്റെ താഴെ വരും. പിന്നെ ഫിസ് ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ഈ പോർഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. സോഡയുടെ കുപ്പി ഉണ്ടാവുമല്ലോ, അതിനും ഈ സാധനം യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന പുട്ടി ഇതാ SDൻ്റെ NC പുട്ടി. വീൽ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കാറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. വീൽ മേക്കിംഗും ഉണ്ട്, ചേസ് മേക്കിങ്ങും ഉണ്ട്, പിന്നെ
വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബസ്സിൻ്റെ വീൽ മേക്കിംഗ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റിയറിംഗ് മെത്തേഡ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെയ്സ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഉണ്ടാക്കുന്ന ബേസ് മോഡൽ അത് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി ഹെവിയാണ്. ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫൈബർ റീപ്പറാണ്. ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം നെറ്റും ബോൾട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിലത്ത് വീണാൽ പൊട്ടിപ്പോകുന്നില്ല. നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള സാധനം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് വരച്ചെടുക്കാം. ഏതെങ്കിലും വണ്ടിയുടെ ഫോട്ടോസ് നോക്കി വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ ബ്ലൂ പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇതിനാണ് എൻ്റെ ഏകദേശം ഊഹം ഒരു ഫോട്ടോ നോക്കി വരച്ച് സൈഡ്, ടോപ്പ്, ഫ്രണ്ട് ഇതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടൊന്നും ശരിക്കും ഇങ്ങനെയല്ല. ശരിക്കും മസ്താങ് ഇങ്ങനെയല്ല. അത് മസ്താങ് ഈ മസിൽസ് കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ശരിക്കും മസ്താങ് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. ശരിക്കും മസ്താങ് ഇങ്ങനെയല്ല. ഇതിൻ്റേതായ കുറച്ച് ഭാവനകൾ യൂസ് ചെയ്ത് ഇതിൻ്റെ സ്കേർട്ടിംഗ് എല്ലാം കൊടുത്ത് ഇതിൻ്റെ അലോയ് വീലൊക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കി. പിന്നെ പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന പെയിൻറ്റിങ്ങാണ്. ഇതിനുപയോഗിച്ച പെയിൻറ്റ് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. എയറസോളിൻ്റെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇനാമൽ പെയിൻറ്റ് കുറച്ചും കൂടി ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഈ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പാടൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇനാമൽ പെയിൻറ്റ് കൂടുതലായിട്ട് അകത്താണ് യൂസ് ചെയ്യാറ്. പുറത്ത് കൂടുതലും എയറസോളിൻ്റെ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്തത്. പിന്നെ കമ്പി പറയുമ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ സ്പോക്സ് ഉണ്ടാവുമല്ലോ. ബൈക്കിൻ്റെ അല്ല, സൈക്കിളിൻ്റെ സ്പോക്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇത് വളക്കേണ്ടത്. പിന്നെ വരുന്നത് ബീഡിങ്. നമ്മൾ ഈ ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും വരുന്നത് ഒന്നെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. ഒരു ബീഡിങ്ങിൻ്റെ സൈസിൽ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ വയറുണ്ടാവും. ഇത് മോട്ടറൊക്കെ സർവീസ് ചെയ്യുന്ന കടകളിൽ കിട്ടും. ചെറിയ വയറാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇത് ഇവിടെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലക്സിക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആവി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കത് ശരിയാക്കാൻ പറ്റുമെന്ന് വരില്ല. ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. സാൻഡിങ് പേപ്പർ അതാണ് മെയിൻ ഘടകം. സാൻഡിങ് പേപ്പറാണ് മിനിയേച്ചർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായ സാധനം. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, ഞാൻ സാൻഡിങ് പേപ്പർ കട്ട് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ എടുത്തു വെച്ചാണ്. 120 സൈസ് ഉണ്ട്. 120 സൈസ് തടി കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ചില സ്ഥലത്ത് നമ്മൾ പുട്ടിയിട്ട് കഴിഞ്ഞാൽ തടി കൂടുമല്ലോ, അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 120 സൈസ് യൂസ് ചെയ്യും. പിന്നെ 320 അത്യാവശ്യം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്, 320 കഴിഞ്ഞാൽ 600 സൈസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫിനിഷിങ്, പക്കാ ക്ലിയർ, നല്ല സ്മൂത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പാടുകളും അതിലുണ്ടാവില്ല. കൂടുതലായിട്ട് എത്രത്തോളം നമ്മൾ സാൻഡിങ് പേപ്പർ 600 യൂസ് ചെയ്യുന്നോ അത്രയും നമുക്ക് കാണാനുണ്ടാകും. ബസ്സിൻ്റെ സൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഞാനൊരു ബസ് ചെയ്യുന്നുണ്ട്, KSRTC ബസ്സാണ് ചെയ്യുന്നത്. 15 സെൻറ്റിമീറ്റർ വീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മിനിയേച്ചർ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ മിനിയേച്ചർ കൂട്ടുകാർ ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ RC എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും, അതിൻ്റെ ബോർഡ് മാത്രം എടുക്കും. ബോർഡ് മീൻസ് നമ്മളൊരു RC കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, RC കാർ ഉള്ളവർക്ക് മനസ്സിലാവും. RC കാറിനുള്ളിൽ ചെറിയൊരു ബോർഡ് ഉണ്ടാവും, ഒരു പച്ച കളറിലുള്ള ചെറിയൊരു ബോർഡ്. അതിൽ IC പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ആ ബോർഡ് മാത്രം എടുത്ത് മോട്ടോറിലേക്ക് വരുന്ന കണക്ഷൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഊരി എടുക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് പുറത്ത് നിന്ന് ഓൺലൈനിലോ ഗിയർ മോട്ടർ വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ റൈറ്റ് ലെഫ്റ്റ്
ബാക്കിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് സെറ്റ് ചെയ്യാം, പൊളിക്കാം, വേറെ ലെവൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് വീഡിയോ കുറച്ച് ലോങ് കൂടുന്നതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കിയാണ്. ഒരു 7 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയുന്നതാണ്. അത് ആ വീഡിയോയിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ബെയറിങ്ങിൻ്റെ പറയുന്നുണ്ട്, പിന്നെ ചേസിൻ്റെ എന്താണ് മെറ്റീരിയൽ പറയുന്നുണ്ട്, ഹെഡ്ലൈറ്റ് എന്താണ് യൂസ് ചെയ്യേണ്ടത്, കറക്റ്റ് ഏത് LED ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബോഡി ഡിസൈൻ എങ്ങനെ ബോഡി ഡിസൈൻ ചെയ്യാം, സൈഡ് ബോഡി ഇടാം. പിന്നെ അതിൽ 3 മെയിനായിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. ആ 3 കാര്യം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്ക് മിനിയേച്ചർ ഉണ്ടാക്കാം. ഈ 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് ആ ഒരു മിനിയേച്ചർ ഉണ്ടാക്കാൻ 100% ഉറപ്പാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും പറയുന്നതാണ്. ഓക്കെ.